ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും കുക്കിംഗ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഡിഷിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ദിവസമായിട്ട് കുക്കിംഗ് വീഡിയോസ് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ് പരിചയപ്പെടുത്തുന്നത്. തക്കാളി കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളുമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുമ്പോൾ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 5 വറ്റൽമുളകാണ് അതിൽ വറുത്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ മുളകൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ എണ്ണയിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയുടെ അളവ് കൂടി പോവരുത്. ഞാനൊരു ചെറിയ അല്ലി ആയതുകൊണ്ട് 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ വെളുത്തുള്ളിയൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 4 5 അല്ലി എടുത്താൽ മതി. അത് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി അതും നമുക്ക് ഈ എണ്ണയിലൊന്ന് നന്നായിട്ട് ഒന്ന് കളർ മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതും കോരിയെടുക്കാം. ഇനി നമ്മൾ ഇതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ചമ്മന്തി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാള നിങ്ങൾക്ക് എത്ര വഴറ്റണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വഴറ്റിയാൽ മതി. ഞാനിപ്പോൾ നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും ബ്രൗൺ കളർ ആവേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ തന്നെ ഇത് വഴറ്റൽ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ആ സവാളയൊക്കെ നന്നായി വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു 4 തക്കാളിയുടെ അളവിനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അത്യാവശ്യം വലിയ തക്കാളിയാണ്. പിന്നെ തക്കാളി എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ. അപ്പോഴേ ഉള്ളൂ നമുക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. നല്ല പഴുത്ത തക്കാളി, റെഡ് കളറായിട്ടുള്ള തക്കാളി എടുക്കുക. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയും ബ്രൗൺ കളർ ആവേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ആ ഒരു സോഫ്റ്റായി വരുന്ന സമയത്ത് തന്നെ ഇത് വഴറ്റൽ അവസാനിപ്പിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഒരു തണ്ട് കറിവേപ്പില ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 4 തക്കാളി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ചെറുതായി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 3 4 മിനിറ്റ് ഒന്ന് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒന്ന് അടച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് നമുക്കിത് വാടി കിട്ടും. ഈ തക്കാളി അതിന് വേണ്ടിയിട്ടാണ് ഇത് അടച്ച് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 4 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വാടി കിട്ടും. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഒരു 3 4 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ടാകും. ജസ്റ്റ് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഇതിൽ സോഫ്റ്റായിട്ട് അലിഞ്ഞ് കിട്ടും കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയും തക്കാളിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു വെള്ളത്തിൻ്റെ ഈ ഒരു കണ്ടൻറ്റൊക്കെ നമ്മളിതിൽ വെള്ളം ചേർത്തിട്ടൊന്നുമില്ല. പക്ഷെ തക്കാളി ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് വെള്ളം മൂറി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒന്ന് വറ്റുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. 1 2 മിനിറ്റ് കൊണ്ട് തന്നെ അത് വറ്റി കിട്ടും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വെളുത്തുള്ളി ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് ഇതിൽ കടന്നിട്ട് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. വറ്റൽമുളക് നമ്മൾ ലാസ്റ്റേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ഇതിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് തന്നെ ചേർക്കുന്നത്. നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കൂടുതലായി പോവരുത്, വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി.
ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് മഞ്ഞൾപ്പൊടി കൂടിപ്പോയാൽ ഈ ഒരു ഡിഷിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 4 വലിയ തക്കാളിയുടെ ഒരളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി കൂടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കുറച്ച് കൂട്ടി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിഷിലേക്ക് നമ്മുടെ പാകത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു വറ്റൽമുളക് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കൈകൊണ്ടാണ് പൊടിക്കുന്നത്. കൈകൊണ്ട് പൊടിക്കണം എന്നില്ല കേട്ടോ. നമ്മൾ മിക്സിയുടെ ജാറിൽ എന്തിലോട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ വറുത്ത് വെച്ചത് കൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ ഇടാൻ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ടാണ് കൈകൊണ്ടാണ് ചെയ്യുന്നെങ്കിൽ കൈയൊക്കെ പെട്ടെന്ന് വാഷ് ചെയ്യുക കേട്ടോ. നല്ല എരിവുള്ള മുളകൊക്കെ ആണെങ്കിൽ കൈ നീറാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതാ വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. പിന്നെ നമുക്കിത് ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ, അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്